ലാ തുസവ്വിജ് ഇബ്നതക ഇല്ലാ ലിതഖിയ്യിൻ ലാ തുസവ്വിജ് ഇബ്നതക ഇല്ലാ ലിതഖിയ്യിൻ നീ നിന്റെ മകളെ മുത്തഖിയായ മനുഷ്യനല്ലാതെ വിവാഹം ചെയ്ത് കൊടുക്കരുത്. നിന്റെ മകളെ നീ കല്യാണം കഴിച്ചു കൊടുക്കുന്നുവെങ്കിൽ അവന് തഖ്വയുള്ളവനാണോ പരിഗണിക്കണം, പരിശോധിക്കണം. 5 വക്ത് നിസ്കരിക്കാത്തവന് മോളെ കെട്ടിച്ചു കൊടുക്കരുതെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പലിശക്ക് പണം കൊടുക്കുന്നവന് മോളെ കെട്ടിച്ചു കൊടുക്കരുത്. പലിശ ഇടപാട് നടത്തുന്നവന് മോളെ കെട്ടിച്ചു കൊടുക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, മുത്തഖിയായ മനുഷ്യനല്ലാതെ ജീവിതത്തിന്റെ അഖിലനിഖില മേഖലകളിൽ പടച്ചതമ്പുരാന്റെ കൽപ്പനക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന മുസ്ലിമിനല്ലാതെ നിന്റെ മകളെ നീ കല്യാണം കഴിച്ചു കൊടുക്കരുത്. എന്നിട്ട് നബികൾ പറയാണ്, അഹബ്ബഹാ അക്റമഹാ വഇൻ കരിഹഹാ ലം യദ്ലിമഹാ. മുത്തഖിയായ മനുഷ്യനാണ് നീ മകളെ വിവാഹം ചെയ്ത് കൊടുത്തതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അവൻ ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ, ആ പെണ്ണിന്റെ സ്വഭാവം ഇഷ്ടപ്പെട്ടാൽ അവൻ ആ പെണ്ണിനെ ഏറ്റവും നല്ല നിലയിൽ ബഹുമാനിക്കും, ആദരിക്കും. ആ പെണ്ണിനെ അവൻ ഇഷ്ടപ്പെട്ടാൽ അവൻ അവളെ ബഹുമാനിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്ക് അക്റമഹാ, അവൻ ആ പെണ്ണിനെ നല്ല നിലയിൽ ബഹുമാനിക്കും. ഇനി ആ പെണ്ണിന്റെ സ്വഭാവം ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഒരു പെണ്ണിന്റെ സ്വഭാവം ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ നീ നിന്റെ മകളെ കെട്ടിച്ചു കൊടുത്തത് മുത്തഖിയായ മനുഷ്യനാണെങ്കിൽ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പരിശുദ്ധ ദീനിനെ യഥാവിധി അനുസരിക്കുന്ന, നിസ്കാരമുള്ള, നോമ്പുള്ള, ഈമാനുള്ള, ഇഖ്ലാസുള്ള ചെറുപ്പക്കാരനെയാണ് നീ വരനായി തിരഞ്ഞെടുത്തതെങ്കിൽ, നിന്റെ മകളുടെ സ്വഭാവം പറ്റിയില്ലെങ്കിലും, നിന്റെ മകളത്തോടുള്ള ജീവിതം സ്വാഭാവികമായിട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, ലം യദ്ലിമഹാ, അവനവളെ ആക്രമിക്കൂല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റിയില്ലെങ്കിൽ അവൻ പിടിച്ചോടത്ത് കൊണ്ടുവന്ന് നല്ല നിലക്ക് പറഞ്ഞേൽപ്പിക്കും. ഇവളുമായിട്ടുള്ള ജീവിതത്തിൽ എനിക്ക് പൊരുത്തക്കേടുകളുണ്ട്, അതുകൊണ്ട് പ്രിയപ്പെട്ട പിതാവെ ഞാൻ നിങ്ങളെ തിരിച്ചേൽപ്പിക്കുന്നു എന്നെങ്കിലും പറയാനുള്ള മാന്യത കാണിക്കും. ഒരിക്കലും അവനവളെ ആക്രമിക്കൂല. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഇവിടെയാണല്ലോ. വഴക്ക് തീർക്കലാണ് മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഇന്ന് ഏകപക്ഷീയമല്ല, 2025 കാലഘട്ടമായതുകൊണ്ട് ഒന്നും ഏകപക്ഷീയമല്ല. ഇങ്ങോട്ടടിച്ചാൽ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടും അടികിട്ടുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് പുരുഷ മേധാവിത്വത്തിന് ഒരു പരിധി വരെയൊക്കെ ഒതുക്കം സംഭവിച്ചു പോയിട്ടുണ്ട്. എന്നാലും നമ്മളിവിടെ പറഞ്ഞു വെച്ച ഹദീസ്, മുത്തഖിയായ മനുഷ്യനല്ലാതെ മകളെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല. മുഹമ്മദ് മുസ്തഫ തൊട്ടപ്പുറത്ത് പറഞ്ഞു, നീ കല്യാണം കഴിക്കുന്നുവെങ്കിൽ നീ പരിഗണിക്കേണ്ടത് ദീനാണ്. എന്നാൽ നമ്മൾ പരിഗണിക്കുന്നത് മുഴുവനും നബിതങ്ങൾ വിലയില്ല എന്ന് പറഞ്ഞതിനെയാണ് നമ്മൾ പരിഗണിക്കുന്നത്. നിസ്കാരമില്ല, കുഴപ്പമില്ല. പലിശയുടെ ഇടപാടുണ്ട്, കുഴപ്പമില്ല. ലോട്ടറിയുടെ പരിപാടിയുണ്ട്, കുഴപ്പമില്ല. അല്പമൊക്കെ മദ്യപിക്കും, കുഴപ്പമില്ല. സമ്പത്തുണ്ട്, സൗകര്യമുണ്ട്, സൗന്ദര്യമുണ്ട്. സമ്പത്തുണ്ടല്ലോ, സൗകര്യമുണ്ടല്ലോ, നമ്മളെ മോള് പട്ടിണി കിടക്കേണ്ടി വരൂലല്ലോ, നല്ല സൗകര്യമുള്ള വീടുണ്ടല്ലോ. പെണ്ണിനെ ഇങ്ങോട്ട് ആലോചിക്കുമ്പോഴും അതാണ് പരിഗണിക്കുന്നത്. ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ചൊക്കെ അല്പമൊക്കെ ദീനുണ്ടല്ലോ, അതൊക്കെ മതി. സൗന്ദര്യമുണ്ടല്ലോ, അവിടെ നിങ്ങോട്ട് തരാൻ ടൗറയുടെ വലിയ കണക്കുണ്ടല്ലോ. ഇങ്ങനെ നമ്മൾ പറഞ്ഞ് ആശ്വസിക്കും. അവിടെയാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വെച്ചതിന്റെ ഒക്കെ യാഥാർത്ഥ്യം. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ വിവാഹം ആലോചിച്ച് വരുന്നുണ്ട്. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു മുസ്ലിമാകുന്നതിന് മുമ്പ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹുവിനെ കല്യാണം ആലോചിച്ചുകൊണ്ട് കടന്നു വരുന്നുണ്ട്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു മുസ്ലിം ആയിട്ടില്ല. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു മുസ്ലിമായ വനിതയാണ്, മദീനത്ത് താമസിക്കുകയാണ്. അപ്പോൾ അബൂ തൽഹ വന്നിട്ട് ചോദിച്ചു, എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങളെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്നിട്ട് അബൂ തൽഹ പറഞ്ഞു, ഉമ്മു സുലൈം, ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മഹറായിട്ട് സ്വർണം എത്ര വേണം? നിങ്ങൾക്ക് മഹറായിട്ട് വെള്ളി എത്ര വേണം? ഉമ്മു സുലൈം, ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അവിടെ ദാരിദ്ര്യത്തിന്റെ പരകോടിയിലാണ്. അബൂ തൽഹ വലിയ സമ്പന്നനുമാണ്. പക്ഷേ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറയാണ്, നിങ്ങൾ എനിക്ക് സ്വർണവും വെള്ളിയും ഒന്നും മഹറായിട്ട് തരണ്ട. നിങ്ങളുടെ സ്വർണത്തിലോ വെള്ളിയിലോ കണ്ണുമഞ്ഞളിക്കുന്ന പെണ്ണുമല്ല ഞാൻ. ഇദ്ഹബ് ഇലാ റസൂലില്ലാഹ്
ഫഅസ്ലിം, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലൂ. നബി തങ്ങളുടെ അടുക്കലേക്ക് നിങ്ങൾ പോയിട്ട് നിങ്ങൾ മുസ്ലിമായിക്കോ. നിങ്ങൾ മുസ്ലിമായിട്ട് വന്നാൽ ഇസ്ലാമിനെ ഞാൻ മഹറായിട്ട് സ്വീകരിക്കുന്നു. നിങ്ങൾ മുസ്ലിമായാൽ നിങ്ങളുമായിട്ടുള്ള കല്യാണത്തിന് ഞാൻ തയ്യാറാണെന്ന് മഹദിയായ മുസ്ലിം റളിയല്ലാഹു അൻഹ അബൂ തൽഹ റളിയല്ലാഹു അൻഹു അവിടെ നിന്നാ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് പോവുകയാണ്. നബി തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. അബൂ തൽഹ വരുന്നത് കണ്ടപ്പോ നബി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, അതാ അബൂ തൽഹ കടന്നു വരുന്നുണ്ട്. ഖുർറത്തുൽ ഇസ്ലാമി ബൈന ഐനൈ, അബൂ തൽഹയുടെ കണ്ടടത്തിൽ ഞാൻ ഇസ്ലാമിനെ കാണുന്നുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി അവിടെ നിന്നാണ് പരിചയപ്പെടുത്തിയത്. ഒരു പെണ്ണ് വാങ്ങിയ മഹറിൽ ഏറ്റവും നല്ല മഹർ ഉമ്മു സുലൈമിന്റെ മഹറാണ്. ഒരു പെണ്ണ് വാങ്ങിയ മഹറിൽ ഏറ്റവും നല്ല മഹർ ഉമ്മു സുലൈമിന്റെ മഹറാണ്.